ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്ന് പറയാൻ ഇന്ന് നമ്മൾ പെരുന്നാൾ വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് വേങ്ങൂർക്ക് തിരിച്ച് പോവുകയാണ് കേട്ടോ. ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമുക്ക് രാവിലെ സപ്പവും പിന്നെ മുട്ടക്കറിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും ചായയുടെയൊക്കെ കഴിഞ്ഞു. ഇതേട്ടോ, അപ്പോൾ നമുക്കിന്ന് ചോറുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ ഇന്നലെ വെച്ച ചോറും അപ്പാടെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പിറ്റത്തെ ദിവസം തിളപ്പിക്കാൻ എഴുതിയിട്ട് മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ചോറ് ഇവിടെ ആയി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെന്താ സംബന്ധം വെച്ചത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് വെള്ളം ഞാനിങ്ങനെ തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് നല്ല പോലെ തിളച്ച് വന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിലേക്ക് കൂടുതൽ ചായപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. നല്ല പോലെ തിളക്കട്ടെ കേട്ടോ. ഇതാ അങ്ങനെ ഇത് നല്ലപോലെ തിളച്ചിട്ടോ. ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി ഇതൊന്ന് തണുത്ത് വെക്കട്ടെ കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കിയത് ഒരു ഹെന്ന പാക്കിനാണ് കേട്ടോ, ഹെയറിലിടുന്നേ. അപ്പോൾ ഇതിവിടെ സെറ്റാണ്. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടോ. ഞാനത് എൻ്റെ ഹെയറിൽ തേച്ചങ്ങോട്ട് പിടിപ്പിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇതാ ഹെയറിൽ ഫുള്ള് സെറ്റാക്കി ഞാനിപ്പോൾ ഇവിടെ നമ്മളടുത്താക്കി ആപ്പൊന്നുമില്ല കേട്ടോ. നമ്മളിതാ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ തലയിൽ നല്ല തണുപ്പ് കിട്ടും കേട്ടോ. ചൂടല്ലേ, ഉറക്കമൊക്കെ നല്ലപോലെ കിട്ടുക. അപ്പോൾ ചോദിച്ചു ഉറക്കം കുറവാണല്ലോ. ഉറക്കം കൂടുതലാണ് കേസ് ഇവിടെ വന്നതിന് ശേഷം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ തലയിൽ അങ്ങിങ്ങായിട്ടുള്ള നിറച്ച് മുടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചുമന്ന് കിട്ടും. പിന്നെ നമ്മളെ ഹെയറിന് തന്നെ നല്ല തലക്കും നമ്മളെ തലമുടിക്ക് തന്നെ നല്ലൊരു സ്ട്രെങ്ത്താണ് കേട്ടോ ഈ ഒരു ഹെന്ന പാക്ക് ഇടുന്നതുകൊണ്ട്. ഇതിലിപ്പോൾ നമുക്ക് കെമിക്കൽ ഐറ്റംസ് ആയിട്ടൊന്നുമില്ലല്ലോ, ഒക്കെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ അതിൽ ഒരു മുട്ട കൂടെ വേണമെങ്കിൽ ചേർക്കട്ടോ. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. മുട്ടേൻ്റെ സ്മെല്ല് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ. ഇതൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അത്രേ ഉള്ളൂ പണി. അപ്പോൾ പിന്നെ അത് ഇതാ എൻ്റെ കൈ ചുമന്നിട്ടൊന്നുമില്ല കേട്ടോ. അത് ഇട്ട് തന്ന ആളെ കൈ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ട് ചുമന്നിക്കണം നമ്മളെ മൈലാഞ്ചി. അത്രയും നല്ല കളറുള്ള മൈലാഞ്ചിയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഹെയർ ഡേ ആയിട്ടാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെന്നയുടെ ഇന്ന് നമ്മൾ ഹെന്ന ഇട്ടു. പിന്നെ പിറ്റത്തെ ദിവസം നമുക്ക് നീലയാമരിൻ്റെ പൗഡർ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളെ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മളെ മുടിതാ ബ്ലാക്ക് കളറായിട്ട് വരും കേട്ടോ. അങ്ങനെ ചെയ്യണമെങ്കിൽ അതിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നിൽക്കും. നമ്മൾ ഹെയർ ഷാമ്പു ഒക്കെ ഉപയോഗിക്കണില്ലാറെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇനി ഞാനത് ഉണങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് കുളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒപ്പിച്ചെടുത്തൊരു പണിയാണ് കേട്ടത്. അപ്പോൾ ഞാനിത് ഇട്ട് തന്ന ആളെ കൈ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇട്ട് തന്ന ആളെ കൈയാണ് കേട്ടത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ കളറുണ്ട്. എൻ്റെ കയ്യിന് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇവിടുന്ന് പോണതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കൂടുതലായിട്ട് കൂട്ടാനൊന്നും മല്ലി കിട്ടണില്ല കേട്ടോ. അപ്പം നമ്മൾ മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ വറ്റിക്കാണ് കേട്ടോ. ചൂതാ മീനാണ്. അപ്പം അത് ഞാൻ വറ്റിക്കണ പോലെ വറ്റിക്കാന്ന് കരുതിട്ടോ. കുട്ടികൾക്ക് എരിവൊന്നും പറ്റൂല. അപ്പം ഞാൻ അതിനനുസരിച്ചുള്ള മസാലകളൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഇന്ന് മീൻ വറ്റിക്കണത്. നമ്മള് ഡ്രസ്സ് വീട്ടിലിരുന്നേലും ഷൂ പൊള്ളിയാണ് പോവാനായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട്. എന്തായാലും പോകണം. അപ്പൊ പിന്നെ നാട്ടിൽ തന്നെയാണ് പോകാന്ന് കരുതിയില്ലേ. ആദ്യം ഞങ്ങള് പോയിട്ട് പിന്നാലെ വലും പോവും. ആളെ ഷൂ കണ്ടോ. ഷൂ അടിപൊളി ഷൂ കണ്ടോ, ഒന്നും പറയാനില്ല. ഈ മേലൊക്കെ ഇങ്ങനെ പോയാല് ഇതാണ്ടോ ആളെ ഡ്രസ്സ്. നമ്മള് വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് എടുത്തിട്ടാണ്
പോണത്. പോന്നപ്പോ നല്ല അടിപൊളി ലുക്കിലാട്ടോ വന്നിരുന്നത്. പോകുമ്പോ കൂതറ ലുക്കിലാണ് ഞങ്ങൾ ഇറങ്ങിപ്പോണത്. ഞാനും അതെ. ഞാനിതാ വന്നപ്പോ ചുരിദാറിന്റെ ഷാൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. മാക്സി പിന്നെ നമ്മളെ പെരുന്നാള് മാക്സി. അപ്പൊ ഇനി ഞങ്ങൾ ഏതായാലും പോട്ടെട്ടോ. അപ്പൊ ഇനി അവിടെ നിന്നുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതിൻ്റെതാണ്, തൂക്കിൻ്റെതല്ല നിങ്ങളതാണ്. ഞാൻ അതിന്റെ മുഖം അതിൽ പെടുന്നുണ്ട് കേട്ടോ. വാലേക്കും അസ്സലാം. ഇനി പോവും തരാം. നോക്കി ഓലെ കൊണ്ടാക്കിട്ട് ഒന്നുകൂടി വരിട്ടിലേക്ക് ആറ്റിട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങനെ അവിടെ ഓട്ടോ ഇറങ്ങി ഇങ്ങനെ പോരുകയാണ് കേട്ടോ. പൈപ്പുമ്മ ചൂട്ടണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. അപ്പോൾ ഞാൻ താഴത്തേക്ക് പോവാണ്. ഏമിനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടുവരട്ടെ. ഒന്നു എന്താ കളിച്ച എന്താർക്കൊരു വൈക്ലഭ്യം? എന്നെ വിളിച്ചുമ്പോ എമിയേ എന്താണ്